നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് ഇരട്ട പരിശോധന നിർത്തുമോ എന്നത്. പ്രവാസികൾക്കായുള്ള കോവിഡ് ഇരട്ട പരിശോധന തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും ജാഗ്രതയുടെ ഭാഗമായുള്ള മാർഗനിർദ്ദേശമാണ് കേന്ദ്രം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരട്ട പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുന്നു. 5000 രൂപയോളം മുടക്കിയാണ് പ്രവാസികളേവരും കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം ഇപ്പോൾ കരസ്ഥമാക്കി വരുന്നത്. അങ്ങനെ ഇന്ത്യയിലെത്തുന്ന പ്രവാസികൾക്ക് ഇരട്ട കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയതിനെതിരെ സൗദിയിൽ വിവിധ പ്രവാസി സംഘടനകൾ പ്രതിഷേധിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രം 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ക്രൂരതയാണെന്ന് OICC കുറ്റപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ പോലും കോവിഡ് ചട്ടങ്ങൾ പാലിക്കാതെ പൊതുപരിപാടികൾ നടത്തുകയാണെന്ന് KMCCയും ആരോപിച്ചു. മാത്രമല്ല, ഗൾഫ് നാടുകളിൽ നിന്ന് കോവിഡ് പരിശോധന നടത്തിയ ശേഷം ഇന്ത്യയിലെത്തുന്ന പ്രവാസികൾക്ക് വീണ്ടും പരിശോധന നടത്തണമെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സൗദിയിലെ വിവിധ പ്രവാസി സംഘടനകൾ ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇരട്ട കോവിഡ് പരിശോധനയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാർ കേരളത്തിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ കൂടി നിർബന്ധമാക്കിയത് പ്രവാസികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നാണ് OICC ജിദ്ദ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇത്തരം പരിശോധന നിർബന്ധമാക്കുന്നത് വിചിത്രവും വിരോധാഭാസവുമാണെന്ന് പ്രവാസി സാംസ്കാരിക വേദി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സാജു ജോർജ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പൊതുപരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രവാസികളോട് കടുത്ത വിവേചനം കാണിക്കുകയും ചെയ്യുന്ന പ്രവണത സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. സർക്കാർ നടപടി ക്രൂരവും കടുത്ത അനീതിയുമാണെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം സൗദി നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമിത ചാർജ് ഈടാക്കി നടത്തുന്ന ഇത്തരം പരിശോധനകൾ പിൻവലിക്കണമെന്ന് പ്രവാസി മലയാളി ഫെഡറേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രവാസികൾ ഇത്രയും കടുത്ത അവഗണന നേരിടുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാത്തത് ലജ്ജാകരമാണെന്ന് സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സായിദ് ഉബൈദുള്ള തങ്ങൾ അൽ ഹൈദ്രൂസി വ്യക്തമാക്കി. ഇത്തരത്തിൽ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും സംഘടനകൾ തങ്ങളുടെ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. ഇത് പ്രവാസികളോട് കാണിക്കുന്ന കടുത്ത വിവേചനം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.